ഗർഭകാലത്ത് ഏത് പൊസിഷനിൽ കിടക്കുന്നതാണ് നല്ലതെന്ന കാര്യത്തിൽ പലർക്കും സംശയം കാണും. അമ്മയ്ക്കും കുഞ്ഞിനും ഗുണകരമായ ഉറക്കത്തിന്റെ പൊസിഷൻ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഗർഭിണികൾ ഇടതുവശം ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലതെന്ന് പറയും. ഗർഭസ്ഥ ശിശുവിന് കൂടുതൽ രക്തം ലഭിക്കാനുള്ള വഴിയാണിതെന്നും പറയാം. കിഡ്നിക്ക് ശരീരത്തിൽ നിന്നും പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യാനും ഈ രീതിയിൽ കിടക്കുന്നതാണ് നല്ലത്. അമ്മയ്ക്ക് നല്ല ഉറക്കവും കുഞ്ഞിന് ആരോഗ്യവും ഇതോടെ ലഭിക്കും. കുഞ്ഞിന് കൂടുതൽ രക്തപ്രവാഹത്തിന് കൂടുതൽ ഓക്സിജന് ഈ പൊസിഷനാണ് കൂടുതൽ നല്ലത്. ഹൃദയപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടാൻ ഏറെ നല്ലതാണ് ഈ പൊസിഷൻ. ഗർഭിണിക്ക് മാത്രമല്ല ആർക്കും നല്ല ഉറക്കം കിട്ടുന്ന പൊസിഷനാണിത്. ഗർഭകാലത്ത് പല കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം. കാരണം അമ്മയുടെ ആരോഗ്യം തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യവും. കഴിക്കുന്ന ഭക്ഷണത്തിലും എന്തിന് കിടക്കുന്ന രീതിയിലുമെല്ലാം ശ്രദ്ധ വേണം. ഗർഭകാലത്ത് ഏതു വശം തിരിഞ്ഞു കിടക്കണമെന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും ഗർഭിണികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ചിലർക്ക് സൗകര്യപ്രദമായ പൊസിഷൻ ആയിരിക്കില്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഗുണകരം. ഗർഭകാലത്ത് ഏതു വശം കിടന്നുറങ്ങുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് നോക്കാം. എന്നാൽ ഒറ്റയടിക്ക് കിടപ്പുശീലങ്ങൾ മാറ്റാനും പറ്റത്തില്ല. പതിയെ മാറ്റം വരുത്തുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 മാസം ഏതു രീതിയിൽ വേണമെങ്കിലും കിടക്കാം. എന്നാൽ ആദ്യ 3 മാസങ്ങളിൽ ചിലപ്പോൾ ചില പൊസിഷനുകളിൽ കിടന്നാൽ പുളിച്ചു തികട്ടലോ മനം പുരട്ടലോ വന്നെന്ന് വരാം. ഇത് അനുസരിച്ച് കിടപ്പു രീതിയിൽ മാറ്റം വരുത്താം. ആദ്യ 3 മാസം യൂട്രസ് പെൽവിക് അവയവമാണ്. ഇതിനാൽ തന്നെ ആദ്യ 3 മാസം പ്രശ്നമില്ല. എന്നാൽ 3 മാസം കഴിയുമ്പോൾ യൂട്രസ് പൊങ്ങി വരും. 5 മാസമാകുമ്പോൾ ഇത് മുകളിലേക്ക് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കും. അതിനാൽ കമിഴ്ന്നു കിടക്കാതിരിക്കുക. ഇത് അസ്വസ്ഥതയുണ്ടാക്കും. അതുപോലെ നീണ്ടു നിവർന്ന് മലർന്നു കിടക്കുന്നതും നല്ലതല്ല. ഗർഭിണികൾ മലർന്നു കിടന്നുറങ്ങുന്നത് നല്ലതല്ല. ഇത് നട്ടെല്ലിന് കൂടുതൽ ആയാസം നൽകും. നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തും. വയറിന്റെ ഭാരം ശരീരത്തിന് കൂടുതൽ താങ്ങേണ്ടി വരുന്ന പൊസിഷനാണിത്. മലർന്നു കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞിന്റെ മുൻപോട്ടുള്ള ചലനങ്ങൾ കാരണം അമ്മയ്ക്ക് ചിലപ്പോൾ ശ്വാസം കിട്ടാത്തതുപോലെ അനുഭവപ്പെടുകയും ചെയ്യും. കാലിനിടയിൽ തലയിണ വെച്ചുറങ്ങുന്നത് ശരീരത്തിന് സപ്പോർട്ട് കിട്ടാൻ സഹായിക്കും. മലർന്നു കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ യൂട്രസിന്റെ മർദ്ദം കാരണം കൂടുതൽ സമ്മർദ്ദത്തിലാകാം. അതിനാൽ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തപ്രവാഹം കുറയും. ശരീരത്തിന്റെ വലതുവശത്താണ് ഇൻഫീരിയൽ വീക്കനേക് എന്ന ധമനികൾ. വലതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നാൽ ഇതിന് സമ്മർദ്ദമുണ്ടാകും, പ്രത്യേകിച്ചും വയർ കൂടുതൽ വലുതാകുമ്പോൾ. അതിനാൽ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാതിരിക്കുകയാണ് നല്ലത്. അതേസമയം ഇടതുവശത്തേക്ക് തിരിഞ്ഞു കിടന്നാൽ ഈ വീക്കിനെയും സമ്മർദ്ദം കുറയുന്നു. അതിനാൽ തന്നെ രക്തപ്രവാഹം നല്ലതുപോലെ നടക്കുന്നു. ഗർഭസ്ഥ ശിശുവിന് കൂടുതൽ രക്തം ലഭിക്കാനുള്ള വഴിയാണിതെന്ന് പറയാം. കിഡ്നിക്ക് ശരീരത്തിൽ നിന്നും പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യാനും ഈ രീതിയിൽ കിടക്കുന്നതാണ് നല്ലത്. രക്തപ്രവാഹം വർദ്ധിക്കാനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും നല്ലതുപോലെ ഓക്സിജൻ ലഭിക്കാനും ഇടതുവശത്തേക്കുള്ള ഉറക്കമാണ് നല്ലത്. അതുപോലെ തന്നെ ഗർഭകാലത്ത് ആദ്യ 3 മാസങ്ങൾ കമിഴ്ന്നു കിടക്കുന്നത് കൊണ്ട് ദോഷമില്ല. അത് സൗകര്യം പോലെ ചെയ്യാം. എന്നാൽ വയർ വലുതായി വരുംതോറും ഈ പൊസിഷൻ അസൗകര്യമാകും. മാത്രമല്ല നടുവിലേക്ക് കൂടുതൽ സമ്മർദ്ദം വരും. നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ വരികയും വയർ വലുതായി വരുംതോറും ഇങ്ങനെ കിടന്നാൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യും. ഒറ്റയടിക്ക് കിടക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്യരുത്. കൈകൾ കുത്തി പതുക്കെ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. കൈകൾ കുത്തി ഇരുന്ന ശേഷം കിടക്കുകയും എഴുന്നേൽക്കുകയും വേണം. വശം തിരിയണമെങ്കിൽ തന്നെ ഒറ്റയടിക്ക് തിരിയാതെ പതുക്കെ മലർന്നു കിടന്ന് പിന്നീട് വശത്തേക്ക് തിരിയുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.